നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ റൈഡിങ് ജാക്കറ്റുകൾ ഉണ്ടാവും നമ്മളെ കയ്യിൽ. അതുപോലെ മഴക്കാലമായി കഴിഞ്ഞാൽ റെയിൻ കോട്ട് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ സിബ് ഡാമേജ് ആവുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന ചെറിയ ഇഷ്യൂസാണ്. അതിന് പലതിനും അതിൻ്റെ സിബ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ റണ്ണറുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് അതിന് യൂസ് ചെയ്യുന്ന റണ്ണർ. ജാക്കറ്റിന് യൂസ് ചെയ്യുന്ന സിബ് ഈ ടൈപ്പ് സിബാണ് നോർമലായിട്ട് യൂസ് ചെയ്യാറ്. ഇത് ഫൈബറാണ്. ഇത് ചിലപ്പോൾ ജീൻസിൻ്റെ പാൻറ്റിനൊക്കെ സ്റ്റീല് അല്ലെങ്കിൽ അതുപോലത്തെ മെറ്റൽ ആയിട്ടുള്ളതും വരും. പക്ഷെ അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ റണ്ണറുകളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ നമ്മൾ ഇതിൽ ഇടാൻ പറ്റുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് നമ്മൾ ഇതേമാതിരി ഓവറായിട്ട് മേലോട്ട് സിബ് അടയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഊരിപ്പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആവുമ്പോൾ വെളിയിലോട്ട് പോരും. ഇതിന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ റണ്ണറുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഉൾവശത്ത് ഒരു സ്പ്രിങ്ങിൻ്റെ ചെറിയൊരു ആക്ഷൻ ഉണ്ട്. ഇതിങ്ങനെ വലിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ജസ്റ്റ് ഒരു സ്പ്രിങ് ആക്ഷൻ ഉണ്ട്. ഈ സ്പ്രിങ് ആക്ഷൻ കൊണ്ടാണ് നമ്മളെ പാൻറ്റുകൾക്ക് ഒക്കെ വരുന്ന സിബ് കീഴോട്ട് അഴിഞ്ഞു പോവാണ്ട് ഇരിക്കുന്നത്, ലോക്കായി നിൽക്കാനുള്ള ഒരു കാരണം ഇതാണ്. ചെറിയൊരു മെക്കാനിസമാണ്, സിമ്പിളാണ്, പക്ഷേ യൂസ്ഫുള്ളായൊരു മെക്കാനിസമാണ്. അപ്പോൾ ഇതിൽ റണ്ണർ ഇടേണ്ടത് ഇങ്ങനെ ലോക്ക് വരുന്ന ഭാഗം ഉണ്ടാവും ജാക്കറ്റിൽ, അവിടെയാണ് ഈ റണ്ണർ ലോക്കായിട്ട് നിൽക്കുക. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ റണ്ണർ എടുത്തിട്ട് റണ്ണറിൻ്റെ ഈ സിബിൻ്റെ ഈ ആക്ഷൻ ഒന്നിങ്ങനെ ടൈറ്റ് ചെയ്ത് ഒന്ന് വലിച്ചു പിടിക്കുക. അപ്പോൾ ആ ഉൾവശത്തേക്ക് കാണുന്ന ആ സ്പ്രിങ്ങിൻ്റെ പോലത്തെ ചെറിയൊരു ഭാഗം ഉണ്ടാവും, അത് ഇപ്പോൾ ഉള്ളോട്ട് വലിഞ്ഞു നിന്നു. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് വശത്തിലൂടെ ഇങ്ങനെ റണ്ണർ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കയറും. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത് വെച്ചതിന് ശേഷം ഇത് റെഡിയാക്കി വെക്കണം. നമ്മൾ സാധാരണ റെയിൻകോട്ടിനെ വെക്കുമ്പോൾ നമ്മളിത് ഹാഫ് ആക്കി വെക്കും. അപ്പോൾ ഇതിൻ്റെ ഈ പല്ല് ഡാമേജ് ആയി പോകും, ഇതിൻ്റെ ഈ വശമൊക്കെ കംപ്ലൈൻ്റ് ആവും. അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ഒരേ ലെവലിൽ പിടിച്ചു എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇത്ര എളുപ്പമാണിത്. പിന്നെ ഇതിൻ്റെ ഈ റണ്ണറുകൾ നോർമൽ 2 സൈസാണ് വരിക, 5, 8. അത് ഈ സിബിൻ്റെ ഇച്ചിരി വലുപ്പം കൂടുതലാണെങ്കിൽ 8 ആയിരിക്കും. നോർമൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ചെറുതാണെങ്കിൽ 5 ആയിരിക്കും. നോർമൽ സൈസ് ഇതാണ്. ഇതൊക്കെ നമുക്ക് ഫാൻസികളിലൊക്കെ ഒരു 5 രൂപയുടെ താഴെയൊക്കെ ഇതിന് റേറ്റുകൾ വരുള്ളൂ.